അങ്ങനെ വിട്ടെടുക്കുന്നതായിരിക്കും. അയ്യോ. നാലാമത്തെ ചാപ്റ്റർ എടുത്തു. അതിന്റെ റെക്കോർഡിങ് ഇടുവന്നല്ലേ പറഞ്ഞത്? അതിന്റെ റെക്കോർഡിങ് ഇടും. ഫുള്ള് എടുത്തില്ല. ആദ്യത്തെ കുറച്ച് ഭാഗമേ എടുത്തോളൂ. ഓ എന്റെ ദൈവമേ. അത് ശരിക്കും കുഴപ്പമില്ല, അതില് സിമ്പിൾ ആയിട്ടുള്ള ടൈം കാര്യമാണ്. 1:30 മുതൽ 3:30 വരെ പറയുന്നുണ്ടല്ലോ. 2 ക്ലാസ്. ഇന്നലെ എടുത്ത ക്ലാസ് ഞാനും നമുക്കങ്ങ് വിചാരിച്ചു പഠിക്കാൻ 2 പറ്റും. മണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ മണിക്കൂറിൽ തീർന്നോന്ന് വിചാരിച്ചു. റെക്കോർഡഡ് ക്ലാസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ക്ലാസ് മിസ് ആവത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങൂല്ലേ? ഇപ്പൊ അടുത്തത് തുടങ്ങും. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണെന്നാ മിസ്സ് പറഞ്ഞു. അതെ, ഇന്നലെ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല തോന്നുന്നുണ്ട്. അയ്യോ, ഇന്നലെ അങ്ങനെ ഇന്നലെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു. കേട്ടില്ല. അടുത്ത ക്ലാസ് ഉടനെ തുടങ്ങുമെന്നും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഇല്ല. ക്ലാസ് അത് ഈ എക്സാം എങ്ങനെയായിരിക്കും? എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ്. അതൊരെണ്ണം കഴിഞ്ഞാലേ ഒരു ഇത് സത്യം, കിട്ടും. ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു ഇത് കിട്ടിയേനെ നമുക്ക്. എങ്ങനെയാണ് എക്സാം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു സ്ട്രക്ചർ അറിയായിരുന്നു. അതെ അതെ, നമുക്കൊന്നും മനസ്സിലാക്കായിരുന്നു. സത്യം, സ്കൂളിലൊക്കെ അതുകൊണ്ട് പഠിച്ചാല് ഒരു ടെൻഷൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാ എക്സാമ്പിളാണ് ഒരു പഠിക്കണ്ടേ. ഷോർട്ട് സത്യമാണ്. ഷോർട്ടായിട്ട്. ഒരു എക്സാം കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിന്റെ ഇത് എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള ഇത് കിട്ടിയേനെ. വാരി വലിച്ച് പഠിക്കണ്ടായിരുന്നു. അത് സ്കൂളിലൊക്കെ പഠിച്ച പോലെ വാരി വലിച്ച് എസ്സേ പോലൊക്കെ എഴുതണോന്ന് അറിയില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ അല്ലാതെ പഠിക്കാം. ഒരു മോഡല് ഇനി നടന്നാല്. എന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞില്ലല്ലോ. മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയല്ലേ വരിക? അതെന്നാ പറഞ്ഞു. ഇന്നലത്തെ റെക്കോർഡ് വീഡിയോ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ക്ലാസ്സിലിരുന്നപ്പം റെക്കോർഡഡ് വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നു. ഇല്ല, അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ മൺഡേ വന്നു. മുതൽ ഫ്രൈഡേ വരെ ഉള്ളൂല്ലേ? രാവിലെ കണ്ടു 2 ക്ലാസ്സിന്റെ. ആദ്യത്തെ മിസ്സിന്റെ ക്ലാസ്. എനിക്ക് മുമ്പന്നെ കിട്ടിയിട്ട് 1 മണിക്ക് കഴിഞ്ഞപ്പോഴാ അതിന്റെ ലിങ്ക് കിട്ടിയത്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണോ? ലിങ്ക് മുന്നത്തെ ലിങ്ക് തന്നെയാണെന്നാ പറഞ്ഞത്. എടാ, ക്ലാസ് ഇനി ഉണ്ടോ? ക്ലാസ് എന്നും ക്ലാസ് 1:30 to 3:30 അല്ലേ? ഈ ലിങ്കില് തന്നെ അല്ലേ ക്ലാസ്? ഏത് ദിവസമായിരുന്നു ക്ലാസ് എടുത്തത് വേറെ? ഇന്നലെ എപ്പോഴാ തുടങ്ങി? ഇന്നലെ അത് അതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോഴേ തുടങ്ങി. ആ മിസ്സിന്റെ പേരെന്താ? അപർണ. അപർണ. അപർണ മിസ്. കുറച്ച് പോർഷനെ പഠിപ്പിച്ചോളൂ, നല്ലതായിട്ട് പഠിപ്പിച്ചു. അതെല്ലേ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ എവിടെ ഇടുക? ഏത് ഗ്രൂപ്പിലോട്ട് ഇടുക? ക്ലാസ് റൂമില്. 1:30 to 3:30 ക്ലാസ് ആയിരുന്നു. അപ്പൊ 2 ക്ലാസ് ആണോ ദിവസം? ഓ, ഇനി 2 എടുക്കാന്നാണ്. 2 1:30 മുതൽ 2:30 വരെ ഒരു ക്ലാസ്, 2:30 തൊട്ട് 3:30 ക്ലാസ്. മോർണിംഗ് ഒന്നും ക്ലാസ് ഇല്ലല്ലോ അതില്. മോർണിംഗ് സെക്ഷൻ വേറെ. ആ സെക്ഷനിൽ വേറെ ആൾക്കാരെ പഠിക്കുന്നുണ്ടാവും. സെക്ഷനല്ലേ? മോർണിംഗ് സെക്ഷന് വേറെ ക്ലാസ് ഉണ്ടായിരുന്നോ? നമുക്ക് ഈ 2 ക്ലാസ്സേ ഉള്ളു, 1:30 തൊട്ട് 3:30 വരെ. എടാ, 2:40 പിന്നെ ഇതുവരെ ക്ലാസ് തുടങ്ങാത്ത ഇന്ന് ലേറ്റ് ആയിട്ടാണോ ഇപ്പം ക്ലാസ്? ടെക്നിക്കൽ ഇഷ്യൂ വല്ലതും ആയിരിക്കാം. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലല്ലേ നമുക്ക് മെസ്സേജ് ഇടുന്നത് എല്ലാത്തിനും. വേറെ അല്ലാത്ത നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ അവർക്ക്. ഇന്നലെ ലേറ്റ് ആയിട്ടാണോ ക്ലാസ് തുടങ്ങിയത്? രണ്ടാമത്തേത്. എല്ലാം നേരത്തെ തുടങ്ങി.
ലേറ്റ് ആവുന്നു. ഇന്നലെ ഇത്ര ലേറ്റ് ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ തുടങ്ങി. 5 മിനിറ്റ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതുവരെ ആരും ഇപ്പൊ ക്ലാസ് തുടങ്ങിയില്ലല്ലോ, 2:45 ആവുന്നല്ലോ. അത് സത്യം. ഇന്നലെ ഇന്നലെ എപ്പോഴാ പെട്ടെന്ന് തുടങ്ങിയത്? തുടങ്ങിയായിരുന്നു. ഇന്നലെ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും തുടങ്ങി. ആണോ? ഒരു നിമിഷം ഞാൻ എന്താണെന്നറിയില്ല, ഇന്നലെ ചോദിച്ചോട്ടെ, പെട്ടെന്ന് തുടങ്ങി കേട്ടോ. ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ. നമുക്ക് 2 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. അതിനകത്ത് ക്ലാസ് റൂമിന്റെ എന്താണോ റെക്കോർഡിങ്ങിന്റെ വരുന്നത്? അതെ, ക്ലാസ് റൂമിന്റെ ഗൂഗിൾ ആപ്പ് ക്ലാസ് റൂം. സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിനകത്താണ് റെക്കോർഡിംഗ്. അയ്യോ, ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പില് ഞാൻ നോക്കിയില്ല, അതാ കണ്ടില്ല. Good afternoon, all. Yeah. Okay. Doubts എല്ലാം clear ആയോ? Clear ആയി. So, എല്ലാവരും mute ചെയ്യാം. Okay? Yeah. Okay. Good afternoon. Good afternoon, ma'am. Yeah. Yeah. സംസാരിച്ച് mute ചെയ്യാം. അനിത. Yeah. Okay. സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വേറെ ആരും പറയണത് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവരും ഞാൻ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം അശ്വതി, യുവർ ഇംഗ്ലീഷ് ടീച്ചർ. ഓക്കെ, ഹൗ ആർ യു ഓൾ? Fine, miss. Fine, ma'am. How are you, miss? Yeah, fine. Okay. Class ഒക്കെ എങ്ങനെ പോകുന്നു? How's your class? How's your classes? നല്ല ക്ലാസ് ആണ് മിസ്. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ വന്നപ്പോഴേ ഡൗട്ട് ആണോ? അതല്ല, ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടാണ് ഇനി ക്ലാസ് എടുക്കാന്ന്. അതോ മാം ഇനി വേറെ മൊഡ്യൂളാണോ സ്റ്റാർട്ട് ചെയ്യണേ? ഞാൻ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അശ്വതി. ഓക്കെ, you can introduce yourself one by one. Clear? ചെയ്യാവോ ആരെങ്കിലും? വേഗം വേഗം. I am Adira. I'm Nora. I am Shehana. I'm Abarna. I am Sridevi. Regina. I'm Adira. I am Nauri. I am Shruti. I am Agina. I am Ansara. I am Kavya. I am Sumya. Yeah. Okay. ഭയങ്കരമായിട്ട് ഇൻട്രൊഡക്ഷൻ ആയി പോയി അല്ലെ? എല്ലാവരും കൂടെ പറഞ്ഞപ്പോ അടിയായി. ഓരോരുത്തരായിട്ടൊന്ന് പറയോ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. പേരെന്താണ്? വീട് എവിടെയാണ്? എന്താ ചെയ്യുന്നേ? എന്താ പഠിച്ചേ? ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ ഫസ്റ്റ്. I am Adira. എല്ലാവരും എല്ലാവരും ഒരുമിച്ച് പറയുമ്പോഴേ ക്ലിയർ ആയില്ല. ഓക്കെ, എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യൂ. ഞാൻ ഓരോരുത്തരുടെ വിളിക്കട്ടെ. വേഗം വേഗം വരാൻ കണ്ടിട്ടില്ല. ആതിര മ്യൂട്ട് ചെയ്യൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, സംസാരിക്കാൻ മാത്രം അൺമ്യൂട്ട് ചെയ്യാം, ബാക്കിയെപ്പോഴും മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അശ്വതി ഒന്ന് പറയൂ. അശ്വതി.
Ma'am. Hello. Welcome. I'm Ashwati, coming from Trivandrum. I'm studying BA History, completed. I'm married, and my favorite hobbies reading book and hearing music. I like uh, favorite color in black. കേട്ടുടെ മാം. Okay, that's enough. Yeah. Next one, Reshma Joseph. Reshma Joseph. I am Reshma Joseph from Punalur, Kollam district. I have completed my post-graduation MCOM in Kerala University. My hobbies, I am married. My hobbies, hearing music, reading books, etc. Yeah. What's your opinion about English? Your English. When you speak English, okay, എന്താണ് രേഷ്മയ്ക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് രേഷ്മ സംസാരിക്കുമ്പോൾ രേഷ്മയ്ക്ക് എന്താണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ? നമുക്ക് അറിയാമെങ്കിലും അത് പറയാനൊരു ഗ്രാമർ ഒരു പേടി, ഗ്രാമർ തെറ്റുമോ അല്ലെങ്കിൽ അങ്ങനൊരു പേടി. ഓക്കെ, അശ്വതിയുടെ പറയൂ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഗ്രാമറാണ് മിസ്റ്റേക്ക്. പിന്നെ എഴുതാനും വായിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല മാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എവിടെ എങ്ങനെ എന്താ പറയാ, എന്തൊക്കെ ചേർക്കണം ചേർക്കണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണുള്ളത്. ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എഴുതാനും വായിക്കാനും അങ്ങനെയൊന്നും ആ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫ്ലുവൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഒരാളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, then Jijida and Jijida പോയില്ല. Then Revati PB. Revati no. ഫാത്തിമാത്തുൽ തന്നെയാണോ പേര്? ഞാൻ വിളിക്കുന്നതിന് മിസ്റ്റേക്ക് ഉണ്ട്. ആണോ? ഫാത്തിമ, ഷോർട്ട് ആയിട്ട് ഫാത്തിമ എന്ന് വിളിക്കാം. ഫാത്തിമ ക്ലാസ്സിലുണ്ടോ? ഇല്ല. രഹ്ന. My name is Rehina. I'm from Alappuzha. Okay. ഇംഗ്ലീഷിനെ കുറിച്ച് പറയൂ. issues facing when you speak in English. Okay. രഹ്നയോട് ചോദിച്ചു ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഹലോ, കേൾക്കുന്നുണ്ടോ രഹ്ന? ഇടയ്ക്ക് വിട്ടു പോന്നു മാം. ഓക്കെ, രഹ്ന ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ രഹ്നയ്ക്ക് എന്താണ് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത്? എന്താണ് മെയിനായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. പിന്നെ ആൾക്കാരൊക്കെ നമ്മളിപ്പോ നോർമലായിട്ട് സംസാരിക്കുവാണെങ്കിലും ഇപ്പൊ ആൾക്കാർ കരുതത്തില്ലേ, ഓ ഇവിടെ എങ്ങാണ്ട് അല്ലെ ജാട പറയുന്ന പോലെ ആ ഒരു ഫീലിംഗ് കഴിയുമ്പോൾ ആൾക്കാരൊരു എങ്ങനെ എടുക്കും, ആ ഒരു മൈൻഡ് എങ്ങനെ എടുക്കും എന്ന് വിചാരിക്കുന്നതുകൊണ്ട് കഴിവതും ഇംഗ്ലീഷ് പറയും. പേടിയാ. Yes, ma'am. I'm Sumya Vike.
I'm from Talsheri district. I completed BSc Mathematics. I'm a housewife and I have one children. That's it. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ പറയൂ. നമുക്ക് എന്താണ് ഇംഗ്ലീഷിനെ കുറിച്ച് നോക്കാം, നിങ്ങളുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ് അതും കൂടെ പറയണം. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഗ്രാമർ തെറ്റുവോ സംസാരിക്കാൻ ഇഷ്ടമാണ്, ഭയങ്കര ഹാപ്പിയാണ് സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ തെറ്റുവോ മാറിപ്പോവോ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ചോദിക്കണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്, ഞാൻ പറയുന്നത്. സോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോ എത്രയാണ് 97 സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോ. പല സ്റ്റുഡൻസും അറിയാലോ, ഓരോരുത്തരും ഓരോ ലെവലായിരിക്കും അല്ലെ. ചിലർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവരുണ്ടാവും, കൂട്ടത്തില് ഒട്ടും അറിയാത്തവരുണ്ടാവാം, മിഡിൽ നിൽക്കുന്നവരുണ്ടാവാം. അപ്പൊ അതിനനുസരിച്ച് വേണം ക്ലാസ് വെക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പീനിയൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആണ്, എനിക്ക് നിങ്ങൾ അറിയില്ല. സോ അത് ക്ലാസ്സിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ എനിക്ക് അങ്ങനെ ആ രീതിയിലൊന്ന് ക്ലാസ് എടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് എല്ലാവരും പറയാം, ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, കണ്ടിന്യൂ. സുഹൈല. Yes, ma'am. Yeah. I am Suhaila. I am coming from Malappuram. Completed +2. I am housewife. Any issues? You speaking English? You face any? എഴുതാനും വായിക്കാൻ അറിയാം, പക്ഷെ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. അവിടെ സംസാരിക്കുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വരാണ്. Okay, yeah, clear. Then Abarna. Hi, Miss. I am Abarna, coming from Idukki. I am completed Ayurveda therapist. എനിക്കും ഗ്രാമർ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, എഴുതാനും വായിക്കാനൊന്നും കുഴപ്പമില്ല മാം. ഇംഗ്ലീഷ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ എന്താ പറയണ്ടേന്നൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. Safna. Hi ma'am, എൻ്റെ പേര് സഫ്ന. My name is Safna and I'm from Kannur, Iriti. I have completed my second PUC at Kodagu and I have the problems that I don't have proper grammar. That's it. Grammar illa. Okay. Aisha. Sridevi Revinad. Yes, ma'am. I am Sridevi from Thrissur. I completed PG in MA Music. I am a housewife. I have 2 children. എൻ്റെ പ്രശ്നം അത് തന്നെയാണ്, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള സംശയം. പിന്നെ ചില വാക്കുകൾ നമുക്ക് കിട്ടാണ്ട് വരില്ലേ, അതുകൊണ്ട് വാക്കിന്റെ അർത്ഥം ഒക്കെ അറിയാണ്ട്, അർത്ഥം അറിയാം, അതിന്റെ ഇംഗ്ലീഷ് എന്താന്ന് അറിയാണ്ടുള്ള പ്രശ്നം വരാറുണ്ട്. അതാണ് മാം. Ma'am, I'm Hannah. I complete my hosting with BBA degree. I think I'm okay with my English because I'm dealing more passengers from Emirates department. So and also I'm settled in UAE. That's all. Thank you. Are you facing any issues when you speak in English? I'm thinking I'm okay because I'm dealing lots of passengers from different departments, and also they're from different country. So till now I'm okay. I'm completed it within 2 years. I complete my degree and also my hosting department. So till today I'm okay with my English, and what I don't know what happening tomorrow. So Clear. Then Manju Devi.
Ma'am, I am Manju Bibin. I am from Kodamagaram. I have completed my BA degree. Now I am housewife. I have 2 children. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയത്തില്ല. എല്ലാവരും പോലെ തന്നെ പ്രശ്നം തന്നെയാണ് ഗ്രാമർ, അതൊക്കെ തന്നെയാണ് എൻ്റെയും പ്രശ്നം. Arsha. Hi, ma'am. Hi. My name is Arsha, coming from Malappuram. I completed BCom with Corporation. I have two children. That's all. പിന്നെ ഇതേപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്കും പിന്നെ മലയാളം നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മളിപ്പോ എങ്ങനെയാണ് മലയാളം പറയുന്നത് അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. നമ്മൾ ഏതെങ്കിലും കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഗിവ് വാട്ടർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കാന്നല്ലാതെ നമ്മൾ മലയാളം ഇതുപോലെ മാമിന്റെ മുന്നിൽ ഇരുന്ന് പറയുന്നത് പോലെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ്. അല്ലാതെ നമ്മൾ ഒപ്പിച്ചുള്ള ഇംഗ്ലീഷ് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പഠിക്കുകയാണെങ്കിൽ ആ ഫ്ലുവൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മലയാളം പറയുന്നത് അതുപോലെ പറയാനാണ് ആഗ്രഹം. താങ്ക് യു. പക്ഷെ ആശ നമ്മുടെ മക്കളില്ലേ? ഹലോ, കുട്ടികളുണ്ടോ? ആ ഉണ്ട്. കുട്ടികളുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കള് ജനിക്കുമ്പോൾ തന്നെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാറില്ല. അവര് വിട്ടേ സംസാരിക്കാറുള്ളൂ അല്ലേ? ഫസ്റ്റ് സംസാരിക്കും, തെറ്റി പോകും, എന്നാലും സംസാരിക്കും. അങ്ങനെ വിട്ട് സംസാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ മലയാളം ഫ്ലുവൻ്റ് ആവാം അല്ലെ? അത് ഏതൊരു ഭാഷയും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വിട്ട് സംസാരിക്കും, ബുദ്ധിമുട്ടി സംസാരിക്കും, കഷ്ടപ്പെട്ടായിരിക്കും ഓരോ വേർഡ് ഒപ്പിച്ചാണ് സംസാരിക്കുക. അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്താണ് ഈ ഫ്ലുവൻസിലേക്ക് വരിക. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ അർഷ പറയുന്ന പോലെ നമ്മൾ മലയാളം എങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇംഗ്ലീഷ് നല്ല ഏത് ലാംഗ്വേജ് ആയാലും ശരി നമ്മൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അർഷ, അഗ്രി ചെയ്യുന്നുണ്ടോ? ഭൂമിക. Regina Shafiq. Hi madam, I am Regina Shafiq. I am in Kollam. I am a housewife. I have a daughter studying in 3rd standard. ഇതുപോലെ തന്നെ എല്ലാവരും പോലെ തന്നെ ഉള്ള വിഷയമാണ് എനിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഗ്രാമറിന്റെ മിസ്റ്റേക്ക് വരും. എന്താണ് പറയേണ്ടതെന്ന് ഉള്ളിലുണ്ട്, പക്ഷെ അതിങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റെഡിയാക്കാം. അശ്വതി വീക്ക്. I am Ashwini. Ma'am, coming from Balusiri. Okay. I'm married. I have 2 children. എല്ലാരും പറഞ്ഞതുപോലെ മാം ഇംഗ്ലീഷ് ഇപ്പം നമ്മളിപ്പോ എഴുതാനും വായിക്കാനും ഇപ്പൊ അറിയാന്നല്ലാതെ കൂടുതൽ സംസാരിക്കാൻ ഒരാളോട് ഇപ്പം ഒരു പ്രശ്നം വരും. ഓക്കെ. ഷീനാണ് പേര്. Sahana. Hi ma'am, I'm Shahana. I'm coming from Halwa. I studied +2 passed, completed. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഗ്രാമർ വാക്കുകള് ഓരോന്നും ഇങ്ങനെ കിട്ടൂല, പ്രാക്ടീസ് ഇല്ലല്ലോ. ശരിയാക്കാം, റെഡിയാക്കാം. ഓക്കെ. കന്ദന.
Nandana. Shamsia. Yes, ma'am. Yeah. Good afternoon, ma'am. Good I am afternoon. from Priya. Okay, I sorry. have 3 children. I'm +2 completed. എല്ലാരും പറയുന്ന പോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ആരെങ്കിലും എന്തെങ്കിലും ഉള്ളിലുണ്ടാവും, പുറത്തേക്ക് വരുമ്പോൾ അത് ഗ്രാമർ മിസ്റ്റേക്ക് ആവുമെന്ന് പേടിച്ചിട്ട് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യില്ല, സംസാരിക്കില്ല, അങ്ങനെ തന്നെ. Okay. Yeah. Then Shiji Binu. Yeah. Renisa പറയൂ. Hi ma'am, I am Renisa from Palakkad. I am a housewife. I have one child. He is studying in first standard. I joined degree, but unfortunately I discontinued my degree because of my marriage. So I also want to speak fluently English, but I have not. Yeah. So yes ma'am. Yeah, പറഞ്ഞോളൂ. ജസ്റ്റ് സംസാരിക്കും, പക്ഷെ അതിൽ ഇതുപോലെ ഗ്രാമർ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ നന്നായി, അതായത് ഫ്ലുവൻ്റ്, അതായത് നമ്മുടെ ഇന്ത്യനിലല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കണം ആഗ്രഹമുണ്ട്. പഠിക്കാം. Yeah, good. ഇനി ആരാ പറയാ? ഇതുപോലെ വരൂ. നമുക്കിത് ക്ലാസ് എടുക്കാതെ നമുക്കിത് ഇൻട്രാക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. Hello. പുണ്യ പറയൂ. Hi, good afternoon, ma'am. My name is Punya Kumar and I have completed Masters in Human Resources and Logistics. So right now I'm trying to get into hospital administration field. And I'm fine with my language. I have 3 years of working experience. I'm fine, but I am looking forward to learn more because of course there will be little bit of grammar mistakes. So I would be interested to learn more. Thank you. Thank you. ഇനി ആരാ? ഐഷ തസി. അപർണ കേക്കി. അഖിന പറയൂ. അഖിന. അക്ഷയ് കുമാർ. പറയൂ. കൃഷ്ണ. Good afternoon, ma'am. I'm Krishna from Marat, Ernakulam. I'm a postgraduate in zoology. I have worked learning app for 1.5 years. Now I am concentrating in hospital administration for get a different chance. I'm not using the language. That is my main problem. So when I speak in English, I just wander around for the words. That's the main problem that I am facing. Okay, thank you. Yeah. Okay. Next, Akshay Kumar. Yeah, hello, ma'am. Yeah, Good afternoon. My name is Akshay Kumar. So I am come from Ernakulam, North Varur. So I have completed 12th grade in 2021, but after I did my IELTS exam, and now I am seeking for degree in abroad studies in several countries. And one more thing I have to tell, I got a visa rejection, so that's why I joined hospital administration. And currently, I'm still looking for
abroad studies in my mind. So I hope my English is good, I think. And one more thing I want to tell, I would like to learn a more like a more grammar skill and idioms or something like that. So I really love to learn. Yeah, okay. Thank you, ma'am. Okay, thank you. Then Alina. Yeah, hello. Yeah. Am I audible? Yeah. Here. My name is Alina. I'm coming from Mangamali. I just finished my BSW in Rajagiri. Then I think my English is okay, but sometimes I'm not able to talk, like some grammar issues but I'm fine with my English, I think. Yeah. Good. I'm able to talk with, I'm confident. That's why I can speak. Alina Nelson. Amalnath. Good afternoon, ma'am. Yeah, good afternoon. Amalnath from Kollam. I'm a graduate from University of Kerala. Lack of confidence is one of my major problems when I was talking to someone. I just considered English as just a bridge between something when this is one of my major problems. I can't get some words when I was talking to someone. Okay. Very good. Then. Hello, ma'am. Yeah, fine. Hello, ma'am. My name is Susan Paul. I'm coming from Thrissur. I completed my MBA degree. Now I'm doing as a housewife. I have 3 children. So, ma'am. Yeah, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യലേ. സംസാരിക്കുന്ന ആരെണ്ണം അവരും അൺമ്യൂട്ട് ചെയ്യട്ടെ. ബാക്കി അൺമ്യൂട്ട് ചെയ്യൂ. ആരായിട്ട് സംസാരിക്കുന്നേ? ഓസ്റ്റിൻ പോൾ ആണോ? That's Susan Paul. That's my son's name only. Yeah. Okay. My name is Susan Paul. I'm coming from. I completed my MBA degree from Nirmala College, Chalakudi. Now I'm doing a housewife and I have 3 children, ma'am. I like to improve my English. Ma'am. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സുസൻ പോൾ വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആവും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാം? ക്ലിയർ ആണ്, ഇടയ്ക്ക് ക്ലിയർ ആണ്, പോകുന്നുണ്ട്. ഐ തിങ്ക് കേട്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. Then ആരാ വിളിച്ചേ? Ma'am, Tilna. Tilna, correct. Okay, and Tilna, I'm coming from Ernakulam, Vipin. I have completed my graduation from Bharat Mata College. Now I am conceiving for 6 months. I am looking for hospital administration job, so I joined here. I am okay with my English, but sometimes I was looking for major missing for words. That's it, ma'am. Yeah. Okay. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരും വിളിച്ചു വരുമ്പോ ടൈം എടുക്കാൻ. Hi, ma'am. Yeah, Noora Moore. My name is Noora, coming from Kanjapalli, Kottayam district. I am completed my degree in BA Malayalam. I'm a housewife and I have 2 children. So I'm okay with my English, but still I have to learn more about English. That's all, ma'am. Yeah. Good afternoon, ma'am. I am Shiji, coming Hi, from Kollam.
Hello. Okay. Hello. Yeah, clear ആണ്. Good afternoon, ma'am. I am Shiji from Kollam. I have 2 children. I'm married. അതായത് എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല സംസാരിക്കാനായിട്ട്. അറിയാം, ഞാൻ ബികോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം എന്ന് കരുതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇംഗ്ലീഷ് അറിയാം, എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാം, പക്ഷേ കോൺഫിഡൻസ് ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. Hi, ma'am. Good afternoon, ma'am. Yeah, Nandita. Okay, fine. My name is Nandita Vinod, and I'm from Kannur. I completed my graduation in physics from Srinarayana College, Kannur. I think my English is okay, but sometimes I'm not able to find the words I want to express. Yeah. Okay. Very ആരെങ്കിലും? Okay. Hi, ma'am. I am Deepa Justi. Okay. Good afternoon, ma'am. Good afternoon. I am Deepa Justi from Alappuzha. Still I doing BA Sociology. I have 3 children. I am a housewife. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല മാഡം, നന്നായി പഠിക്കണമെന്നുണ്ട്. പഠിക്കാലോ അല്ലേ? ഓക്കെ, നമുക്ക് പയ്യെ പരിചയപ്പെടാം. കാരണം കവർ ചെയ്ത് വരുമ്പോഴേക്കും ടൈം ഒരുപാടാവും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രോബ്ലം ഇംഗ്ലീഷ്, കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് പേർക്ക് ഒട്ടും അറിയില്ല, കുറച്ച് പേർക്ക് മിഡിലാണ് അല്ലെ, കുറച്ചറിയില്ല, കോൺഫിഡൻസ് കുറവുണ്ട്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, വൊക്കാബുലറി ഇല്ല, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ? ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അതെല്ലാം പയ്യെ പയ്യെ ഇംപ്രൂവ് ചെയ്ത് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് ക്ലാസ്സിൽ ആരും ടെൻഷൻ അടിച്ചോ സ്ട്രെസ് ആയിട്ട് ക്ലാസ് ഇരിക്കേണ്ട, കംഫർട്ടബിൾ ആയിരിക്കും. ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കില്ല ക്ലാസ്, കാരണം ഫുൾ ഇംഗ്ലീഷ് ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവാം. സോ നമുക്ക് പയ്യെ ക്ലാസ്സിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, സോ നമുക്ക് മിക്സ് ചെയ്ത് ക്ലാസ് എടുക്കാം. സോ മെയിൻ ആയിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കുക. സോ ഇന്ററാക്ഷൻ ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യാം, മിന്നാതിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പേടിയും ടെൻഷനൊക്കെ മാറ്റാം. ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോൾ കൂളായിരിക്കുക എല്ലാവരും. ഓക്കെ, എന്തുണ്ടെങ്കിലും ചോദിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനപ്പോ ക്ലിയർ ചെയ്ത് തരാം. മിസ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാലും ചോദിക്കാതിരിക്കരുത്, ആ ഒരു പേടി ഉണ്ടാകരുത്. ഓക്കെ, നമുക്ക് ഫ്രണ്ട്ലി ടോക്ക് പോലെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ആ ടെൻഷനോ പേടിയോ ഒന്നും ഇംഗ്ലീഷ് ക്ലാസ്സിൽ വേണ്ട. ഇംഗ്ലീഷ് ക്ലാസ് വേറെ ക്ലാസ്സൊക്കെ വ്യത്യാസമുണ്ട്. സോ മറ്റു ക്ലാസ്സിലെ പോലെയല്ല, ഇത് ഇന്ററാക്ഷൻ ആണ് കൂടുതൽ. സോ എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്നില്ല, സംസാരിക്കുക, ആൺവേർഡ് സംസാരിക്കാം. ഓക്കെ, സപ്പോസ് ഇനി മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. സോ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം. കോപ്പറേറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് മുന്നോട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ക്ലിയർ ആണോ എല്ലാവരും? റെഡി ആണോ ക്ലാസ്സിൽ? നമുക്ക് ഒന്നും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് അറിയണമായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി. കുറച്ച് പേർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല, ഓക്കെ ആണ് അല്ലെ? അപ്പൊ അത് കുറച്ച് എനിക്ക് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും കവർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല. ഓക്കെ, കുറച്ച് ലിമിറ്റ്സ് ഉണ്ട് അല്ലെ? സോ എല്ലാവരും റെഡി ആയിരിക്കുക, ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആയിരിക്കുക. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഗ്രാമറിന്റെ ആവശ്യമുണ്ട് അല്ലെ? ഗ്രാമർ അറിയില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞു. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റാർട്ടിങ് ഗ്രാമറിൽ നമുക്ക് തുടങ്ങാം. സോ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഗ്രാമറിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്ലി ടോക്ക് ആണ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അഗ്രി ചെയ്യുന്നുണ്ട് എല്ലാവരും? ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം, എന്തുണ്ടെങ്കിലും പറയാം. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്, ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല, നിങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞാലും മതി. കുറച്ച് പേർക്ക് അറിഞ്ഞാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി സമയമുണ്ട്, നമുക്കൊന്ന് കുറച്ച് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, പറയാൻ പറ്റുമോ?
ആർക്കെങ്കിലും എങ്കിലും ഞാനിങ്ങനെ പറയാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോ ആരും മിണ്ടാതിരിക്കരുത്. ആരെങ്കിലും ഒരാൾ വരാം, ഞാൻ പറയാൻ മിസ്സേന്ന് പറഞ്ഞ് വരാം, ഞാൻ അപ്പൊ ഇങ്ങനെ വിളിക്കാം. ഓക്കെ, നിങ്ങളെ ഹാൻഡ്സ് റേസ് ചെയ്യാം, അപ്പൊ ഞാൻ പേര് വിളിക്കാം. മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരിക്കുന്നത് എന്താ കുഴപ്പമെന്ന് അറിയോ? ഞാൻ വെറുതെ ക്ലാസ് എടുക്കുന്ന പോലെയാവും. നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് ബോറടിക്കും. പൊതുവെ ഇംഗ്ലീഷ്, എന്ത് ഇംഗ്ലീഷ് കണ്ടാലും നമുക്ക് മലയാളത്തിൽ പൊതുവേ ബോറടിക്കും, ശരിയല്ലേ? അതുപോലെയാവും നമ്മുടെ ക്ലാസ്. നിങ്ങള് മിണ്ടാതിരിക്കുമ്പോ ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്ന് ക്ലാസ് എടുത്ത് ഇങ്ങനെ പോണ പോലെയാവും. എനിക്കും ബോറടിക്കും, എടുക്കുന്ന എനിക്കും ബോറടിക്കും. സോ ഇന്ററാക്ട് ചെയ്യണം. ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബെറ്റർ ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾക്കും ക്ലാസ്സിൽ ഇരിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും, ക്ലാസ്സിൽ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുമ്പോ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവര് ക്ലാസ്സിൽ ഇരിക്കുക. കുറച്ച് പേർക്കൊന്നും ഇംഗ്ലീഷിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് തന്നിരിക്കുന്നത്, കോഴ്സിന്റെ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഇംഗ്ലീഷ് പതുക്കെ സംസാരിക്കും. ഒട്ടും അറിയാത്തവർക്ക്, കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഇതെല്ലാം നമുക്ക് പയ്യെ ഇംപ്രൂവ് ചെയ്യാം. പെട്ടെന്നല്ല, പയ്യെ. ഓക്കെ, സ്ലോലി നമുക്ക് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നമ്മുടെ എഫേർട്ട് വേണം. ഞാൻ മാത്രം ഇവിടെ നിന്ന് പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ ആയില്ല. നിങ്ങൾ എഫേർട്ട് ഇടണം, എന്നാലും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. Yes, ma'am. Okay, Yes, ma'am. ഇനി ആർക്കെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കും. ആരെങ്കിലും എന്താണ് പറയാനുള്ളത്? മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പറയാനൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇംഗ്ലീഷ് നമുക്ക് പയ്യെ പറഞ്ഞാലും മതി. ഓക്കെ, ഞാനിത് നിങ്ങൾ കളിയാക്കോ എന്നൊന്നും വിചാരിക്കണ്ട. ഈ ക്ലാസ്സിൽ കിട്ടുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്. Hello, ma'am. ആരാ പേര്? ഭൂമിക. രാജലക്ഷ്മി. അതെ, രാജലക്ഷ്മി. മോടെ പേര്. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേടിയാ. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇങ്ങനെ പറയാറുള്ളൂ. പഠിക്കണമെന്ന് ഇഷ്ടമുണ്ട്, പക്ഷെ പേടിയാ. പേടിയാണ്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പഠിക്കാൻ ആഗ്രഹമുണ്ട്. പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണം. ഒന്ന് പഠിച്ചു നോക്കാം, അങ്ങനെ വിചാരിച്ച് പഠിക്കുക. പഠിക്കുന്തോറും കുറച്ച് പയ്യെ കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം സംസാരിക്കുക. പൊതുവേ നമുക്ക് എല്ലാവരും ഇംഗ്ലീഷ് ഇപ്പൊ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവരെ മോസ്റ്റ്ലി എല്ലാവരും അതിലേക്ക് വീഡിയോസ് കാണും, ഇംഗ്ലീഷ് വീഡിയോസ് കാണും, ഇംഗ്ലീഷ് മൂവീസ് കാണും, അല്ലേ? കുറെ ഗ്രാമർ തന്നെ ഇരുന്ന് പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എന്താണ്, സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോമില്ല ആർക്കും, അല്ലെ? ആരോട് സംസാരിക്കും? സംസാരിക്കാൻ പേടിയാണ്. സംസാരിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത എല്ലാവർക്കുണ്ട്. സോ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്ത് വേണം ഇവിടെ സംസാരിക്കാം. നിങ്ങൾ എന്ത് പഠിക്കുന്നോ, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പഠിക്കുന്നോ അതെല്ലാം നമുക്ക് ഇവിടെ സംസാരിക്കാം. അതിന് വേണ്ടിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കൂടിയാണ് ഈ ക്ലാസ്. ഓക്കെ, യു ക്യാൻ സേ എനിത്തിങ് ടു മീ. ഞാൻ കളിയാക്കുകയോ ചീത്ത പറയുകയോ പിഴമോ ഒന്നും ചെയ്യില്ല, തെറ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ തെറ്റാണ് പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ. സോ അത് എന്നോട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് ആ പ്രാക്ടീസിലൂടെ എന്താണ് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവും. ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം, സംസാരിക്കാനുള്ള മനസ്സുണ്ടാവും. ആരാണ് പറയും? മജിദ ആണോ? പറഞ്ഞോളൂ. ആരാ? റിനീസ. ഓക്കെ, റിനീസ പറയൂ. അല്ല മാം, നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ഫിലിം അങ്ങനെയൊക്കെ കാണുന്നത് ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് ഫിലിമിലുള്ള ഇംഗ്ലീഷും നമ്മുടെ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും വളരെ ടോട്ടലി ഡിഫറെന്റ് ആയി തോന്നുന്നുണ്ട്. അതൊരുമാതിരി പ്രൊണൗൺസിയേഷൻ തന്നെ വ്യത്യാസം തോന്നുന്നുണ്ട്. സത്യമാണ്, പ്രൊണൗൺസിയേഷൻ വ്യത്യാസമാണ്. കാരണം ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും നമ്മൾ രണ്ടും പറയുന്നുണ്ടെങ്കിലും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല. കാരണം അവർ മലയാളി ടച്ച് എല്ലാത്തിലും വരും. അത് നമ്മൾ ഏത് ലാംഗ്വേജ് പറഞ്ഞാലും മലയാളി ടച്ച് വരും. അത് ഫസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ നമ്മൾ പയ്യെ ഇമ്പ്രൂവ് ആവും, ഒരുപാട് ഇമ്പ്രൂവ് ആവും. നമ്മൾ ഇപ്പൊ എന്താ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ അറിയാം, അങ്ങനെയുള്ള ആവശ്യം എന്താണ് നന്നായിട്ട് സംസാരിക്കണം. അതായത് ബ്രിട്ടീഷുകാരെ പോലെ അവരെ പോലെ സംസാരിക്കണമെന്നായിരിക്കും അടുത്ത ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യും.
സോ അതെങ്ങനെയാ നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്താൽ കഴിയാതെ പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോ പറയുന്നത് സാധാരണ നോർമൽ ഇംഗ്ലീഷ് ആയിരിക്കും. ദെൻ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പ്രൊണൗൺസിയേഷൻ മാറ്റുക, ആ ഒരു ടോൺ മാറ്റുക. മനസ്സിലായോ? ആ ഇംഗ്ലീഷുകാരെ സംസാരിക്കുന്ന ആ ടോണിലേക്ക് വരണം. അപ്പൊ അതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, അത് മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയില്ല നിങ്ങളോട്. സോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിൽ വരെ ഞാൻ എത്തിക്കാം. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും. ആ ഒരു രീതിയിൽ പുറത്ത് ആൾക്കാർ സംസാരിക്കണ പോലെ സംസാരിക്കണമെങ്കിൽ അത് ടൈം എടുക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താണ്? ഇംഗ്ലീഷ് കോൺഫിഡൻസ് ഇല്ലാത്തവര്, വൊക്കാബുലറി കുറവുള്ളവര്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവര്, അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് നമുക്ക് ചുറ്റും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഈ ക്ലാസ് എന്താണ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ മാം, അത് മാത്രല്ല നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ കൂടുതൽ എന്താ ഗ്രാമർ കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഇല്ല നമ്മള് മീനിങ്സ് എഴുതി വെക്കണോ? ചിലപ്പോ ചിലതൊക്കെ നമ്മളിപ്പോ ന്യൂസ് റിപ്പോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോൾ ചില മീനിങ്സ് കിട്ടില്ല. അപ്പോൾ മീനിങ്സ് കിട്ടാതെ ആകുമ്പോൾ അതവിടെ കട്ടാവും. ഗ്രാമർ അറിഞ്ഞില്ലെങ്കിൽ കൂടെ നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിലെന്താ പറഞ്ഞിരിക്കുന്നുള്ളത് മനസ്സിലാക്കി എടുക്കാം, ഗ്രാമർ അറിഞ്ഞില്ലെങ്കിൽ കൂടി. പക്ഷെ ചില വേർഡ്സിന്റെ മീനിങ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഗ്രാമറിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, മീനിങ്സ് പഠിക്കണോ, ന്യൂ വേർഡ്സ്? നമുക്ക് രണ്ടല്ല, ഗ്രാമർ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ കാൻഡിഡേറ്റ്സ് ആണല്ലോ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചേ സംസാരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് വേർഡ്സ് ആണ്. അത് എന്തൊരു വേർഡ് നമ്മൾ മലയാളത്തിൽ തന്നെ ഒരുപാട് നമ്മൾ വേർഡ്സ് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കുന്ന കാര്യം, കാരണം നമുക്ക് മലയാളം അറിയാവുന്നതാണ്. ഇംഗ്ലീഷിലും അറിയാം. നമുക്കത് മലയാളത്തിൽ പറയുന്ന വേർഡ് ചിലപ്പോൾ ഇംഗ്ലീഷിൽ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കുക, പഠിക്കുക. ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ ഒരു മനസ്സ് വേണം. ഓക്കെ, എല്ലാം നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയല്ലേ. ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുമ്പോൾ എല്ലാ വേർഡ്സ് അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. സോ ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ് ചെയ്യണം. ഓക്കെ, എല്ലാം വേണമെന്നാണ്, എല്ലാം വേണം. വേർഡ്സ് ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും ഗ്രാമേഴ്സ് ആണെങ്കിലും എല്ലാവരും അത്യാവശ്യത്തിന് വേണം. ഓവർ അല്ല, അത്യാവശ്യത്തിന് എന്തായാലും വേണം. നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. മനസ്സിലായോ? മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമുക്കിപ്പോ ഒരു ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്കത് റെക്കോർഡായിട്ട് ക്ലാസ് കാണാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഇടുക. ഇപ്പോ ഈ ക്ലാസ് നാളെ ഉണ്ടാവും. ഓക്കെ, ക്ലാസ് റൂമിൽ ഇടും. any doubt? അതുപോലെ നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം? ഞങ്ങള് മാം പറയുന്ന ക്ലാസ്സുകൾ നോട്ട്സ് ആയിട്ട് എന്തെങ്കിലും ഞങ്ങൾ എഴുതിയെടുക്കണോ? ഇല്ല, ഇപ്പൊ സ്ക്രീനിൽ നോക്കിയേ, നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതേപോലെ കുറച്ച് നോട്ട്സ് തരും. അത് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇടും. ഇതല്ലാതെ ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ കുറച്ച് ക്ലാസ് വരുമ്പോൾ അത് നിങ്ങൾ നോട്ട് എഴുതേണ്ടി വരും. സോ ഇംഗ്ലീഷിനൊരു നോട്ട് കയ്യിലുണ്ടാവണം. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ക്ലാസ് കംഫർട്ട് ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമുക്ക് മൊഡ്യൂൾ ഉണ്ടല്ലോ, അപ്പൊ ആ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ആവുന്നതാണോ ഈ സ്ക്രീനിൽ കാണുന്ന പേജസ് ഒക്കെ? മൊഡ്യൂള് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അങ്ങനെ മൊഡ്യൂൾ ഒന്നുമില്ല. ഇല്ല അല്ലേ? അപ്പൊ ഇത് നമ്മള് സ്ക്രീനിൽ നോക്കി പഠിക്കണം സെപ്പറേറ്റ്? ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നോട്ട് ക്ലാസ് റൂമിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്പാർട്ട്മെന്റ് വേറെ, ഇംഗ്ലീഷ് വേറെ ഡിപ്പാർട്ട്മെന്റ്? ഇംഗ്ലീഷ് വേറെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, any other doubt or anything? No, ഒന്നുമില്ല. അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ? Yes, ma'am. Yes, yeah. ഇംഗ്ലീഷ് ക്ലാസ് ഡെയിലി ഉണ്ടാവോ മാം? എന്തോ? ഇംഗ്ലീഷ് ക്ലാസ് ഡെയിലി ഉണ്ടാവോ? ഇംഗ്ലീഷ് ക്ലാസ് മൺഡേ. ഓക്കെ, നിങ്ങൾ
മാം അത് ക്ലിയർ ആയില്ല. എന്താണ്? നിങ്ങൾ അഖിലിപ്പോ അവതരിക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്താണെന്ന് അറിയില്ല, കുറച്ച് സൗണ്ട് കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എപ്പോഴും എന്താണ് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയിരിക്കാൻ നോക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മറ്റാർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവൻ ഞാൻ പറയുന്ന പോലും കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അതൊന്ന് ശ്രദ്ധിക്കാം എല്ലാവരും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോ ഓക്കെ, ഈ അടുത്ത ക്ലാസ് നമുക്ക് മൺഡേ ആണ് വരുന്നത്. മൺഡേ, അപ്പൊ നമുക്ക് മൺഡേ കാണാം. ഓക്കെ അല്ലേ എല്ലാവരും? ക്ലാസ്സിൽ റെഡി ആയിരിക്കാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, കൂൾ ആയോ എല്ലാവരും? താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thanks for sharing your valuable time with me. Okay, thank you. Thank you all.